അന്തരിച്ച പ്രശസ്ത നടൻ സലീം കുമാറിന് എറണാകുളം ജില്ലയിൽ സ്മാരകം നിർമ്മിക്കുന്നതിന് 1 കോടി രൂപ വകയിരുത്തുന്നു. പ്രശസ്ത ഗസൽ ഗായകനായിരുന്ന ഉമ്പായിയുടെ നാമധേയത്തിൽ മ്യൂസിക് അക്കാദമി സ്ഥാപിക്കുന്നതിന് പ്രാരംഭ ചെലവുകൾക്കായി 1 കോടി രൂപ വകയിരുത്തുന്നു. കോതമംഗലം നിയോജകമണ്ഡലത്തിലെ ചേലാട് ഒരു അന്താരാഷ്ട്ര സ്റ്റേഡിയം നിർമ്മിക്കുന്നതിന് നടപടികൾ സ്വീകരിക്കും. മലപ്പുറം താലൂക്ക് ആശുപത്രിയിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ജനറൽ ആശുപത്രിയാക്കി ഉയർത്തുന്നതിനും കെട്ടിടം നിർമ്മിക്കുന്നതിനുള്ള പ്രാഥമിക ചെലവുകൾക്കായി 5 കോടി രൂപയും മലപ്പുറത്ത് ആധുനിക രീതിയിലുള്ള ക്യാൻസർ സെന്റർ സ്ഥാപിക്കുന്നതിനുള്ള പ്രാഥമിക ചെലവുകൾക്കായി 10 കോടി രൂപയും വകയിരുത്തുന്നു. എറണാകുളം മെഡിക്കൽ കോളേജിന്റെ നവീകരണത്തിനായി 10 കോടി രൂപ, കൊല്ലം ചിന്നക്കടയിൽ സ്കൈവേ, അർബൻ പാർക്ക് എന്നിവ നിർമ്മിക്കുന്നതിനുള്ള പ്രാഥമിക ചെലവുകൾക്കായി 5 കോടി രൂപ വകയിരുത്തുന്നു. കൂട്ടായി റെഗുലേറ്ററി കം ബ്രിഡ്ജ് നവീകരണത്തിന് നടപടി സ്വീകരിക്കുന്നതിനാണ് ഇതിനായി 5 കോടി രൂപ വകയിരുത്തുന്നു. ശ്രീനാരായണ ഗുരുദേവന് ഡൽഹിയിൽ പ്രതിമയും സാംസ്കാരിക കേന്ദ്രവും സ്ഥാപിക്കുന്നതിനായി 1 കോടി രൂപ വകയിരുത്തുന്നു. AUWGA നടപ്പാക്കുന്ന വിവിധ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് സർക്കാർ സാമ്പത്തിക സഹായം നൽകും. നോൺ ജേർണലിസ്റ്റ് പെൻഷൻ തുക വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. ചാലക്കുടിയിൽ പനമ്പള്ളി ഗോവിന്ദമേനോൻ സ്മാരകം നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. ഇതിനായി 1 കോടി രൂപ വകയിരുത്തുന്നു. മഹാകവി ഉള്ളൂർ S. പരമേശ്വരയ്യരുടെ 150-ാം ജന്മദിന ആഘോഷങ്ങളുടെ ഭാഗമായി ഉള്ളൂർ സ്മാരക ലൈബ്രറി ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന് പ്രത്യേക സാമ്പത്തിക സഹായമായി 25 ലക്ഷം രൂപ വകയിരുത്തുന്നു. പെരിന്തൽമണ്ണ നിയോജകമണ്ഡലത്തിലെ ഓരാടം പാലം മാനത്തുമംഗലം ബൈപ്പാസ് റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി പ്രഥമഘട്ട സ്ഥലമെടുപ്പ് പൂർത്തിയാക്കുന്നതിന് 10 കോടി രൂപ വകയിരുത്തുന്നു. ആതിരപ്പള്ളിയിലെ ഇക്കോ ഫ്രണ്ട്ലി ഡൈനാമിക് ലൈറ്റിംഗ് പദ്ധതിക്കായി 5 കോടി രൂപ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പൊ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വീഡിയോ കണ്ടതുപോലെ തന്നെയാണ്, കഴിഞ്ഞ ദിവസം വന്ന പുതിയൊരു ബഡ്ജറ്റ് പ്രഖ്യാപനത്തെ കുറിച്ചാണ്. നമുക്കറിയാം, ധനകാര്യ വകുപ്പിന്റെ ചുമതലയുള്ള ആളാണ് നമ്മുടെ മുഖ്യമന്ത്രിയായിട്ടുള്ള VD സതീശൻ. അദ്ദേഹം തന്റെ ആദ്യത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ സിനിമയ്ക്കും സാംസ്കാരിക മേഖലയ്ക്കും ഒക്കെ വലിയ പ്രഖ്യാപനങ്ങളാണ് നടത്തിയത്. 100 കോടിയുടെ ഫിലിം സിറ്റി, MTK കൾച്ചറൽ പാർക്ക്, ജോൺസൺ മാസ്റ്റർ അക്കാദമി, അങ്ങനെ നീളുകയാണ് ആ ലിസ്റ്റുകൾ. എന്നാൽ ഇതിനിടയിൽ വന്ന ഒരു അനൗൺസ്മെന്റ് അത് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ പുകിലുണ്ടാക്കിയിട്ടുണ്ട്. അതായത് പുകിലായിട്ട് മാറി. കാരണം കഴിഞ്ഞ ജൂൺ 6 അന്തരിച്ച നമ്മുടെ പ്രിയപ്പെട്ട നടൻ സലീം കുമാറിന് എറണാകുളത്ത് ഒരു സ്മാരകം പണിയാൻ വേണ്ടിയിട്ട് സർക്കാർ 1 കോടി രൂപ മാറ്റിവെച്ചു എന്നതാണ് ആ ഒരു പ്രഖ്യാപനം. എന്തായാലും ഈ ഒരു വാർത്ത വന്നത് മുതലേ ഫേസ്ബുക്കിലും യൂട്യൂബിലും ട്രോളന്മാരുടെ ഇടയിലൊക്കെ വലിയ രീതിയിലുള്ള ചർച്ചകളും തർക്കങ്ങളും ഒക്കെ നടക്കുകയാണ്. യഥാർത്ഥത്തിലെ നമ്മുടെ നടനായിട്ടുള്ള ഈ സലീം കുമാറിന് 1 കോടി രൂപയുടെ ഈ ഒരു കോൺക്രീറ്റ് സ്മാരകം ആവശ്യമുണ്ടോ കൂട്ടുകാരെ? അതോ ഇതിനേക്കാൾ നല്ല രീതിയിൽ നമുക്ക് ആ ഒരു തുക ഉപയോഗിക്കാമായിരുന്നില്ലേ? എന്നാലും സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ഈ ഒരു ക്ലിപ്പ് വലിയ രീതിയിൽ തന്നെ വൈറലായിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഈ ഒരു വാർത്തയ്ക്ക് താഴെ വന്ന കമന്റുകൾ, അതായത് പൊതുജനങ്ങളുടെ അഭിപ്രായം നമുക്ക് മെയിൻലി അറിയണമെങ്കിൽ ആ വീഡിയോയ്ക്ക് താഴെ, അല്ലെങ്കിൽ ഏത് വീഡിയോയ്ക്കാണോ ആ വീഡിയോയുടെ താഴെ വരുന്ന കമന്റുകൾ എടുത്ത് നോക്കിയാൽ മതി. അവിടെ നമുക്ക് പൊതുജനങ്ങളുടെ വ്യക്തമായിട്ടുള്ള അഭിപ്രായം എന്താണെന്ന് അറിയാൻ സാധിക്കും. അതിൽ ഭൂരിഭാഗം ആളുകളും ചോദിക്കുന്നത് വളരെ പ്രസക്തമായിട്ടുള്ള ചില കാര്യങ്ങൾ തന്നെയാണ്. ചില കമന്റുകൾ ഇങ്ങനെയാണ് കേട്ടോ: നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള സൗഹൃദത്തിന്റെ പേരിൽ ജനങ്ങളുടെ നികുതി പണം എടുത്ത് ഇങ്ങനെയാണോ സ്മാരകം പണിയേണ്ടത് എന്നുള്ളത്. മറ്റു ചിലർ ചോദിക്കുന്നത് അത് അത്യാവശ്യമുള്ള കാര്യമായിരുന്നു, ഇതുകൊണ്ട് പാവങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടും മാറുമല്ലോ എന്ന് പരിഹാസത്തോടെയാണ് കമന്റുകൾ ഇട്ടിരിക്കുന്നത്. ശരിക്കും ഇതിന്റെ നമ്മൾ മറ്റൊരു വശം നോക്കിയാൽ, നമ്മുടെ നാട്ടിലെ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഈ 1 കോടി രൂപ എന്ന് പറയുന്നത് ചെറിയൊരു തുകയൊന്നുമല്ല. ലൈഫ് മിഷൻ പദ്ധതിയിൽ ഒരു വീടിന് സർക്കാർ കൊടുക്കുന്ന ഫണ്ട് എത്രയാണെന്ന് നമുക്കറിയാം. ആ കണക്ക് വെച്ച് നോക്കിയാൽ അടച്ചുറപ്പുള്ള ഒരു വീടില്ലാതെ കഷ്ടപ്പെടുന്ന ഒരു 7-8 കുടുംബങ്ങൾക്കെങ്കിലും ഈ ഒരു നല്ല അടിപൊളി വീട് വെച്ച് നൽകാൻ ഈ ഒരു പൈസ തികയുമായിരുന്നു. അതുമല്ലെങ്കിൽ തന്നെ നമ്മുടെ മെഡിക്കൽ കോളേജുകളുടെ അവസ്ഥയൊന്ന് നോക്കൂ. ഒരു ബെഡില് 2 രോഗികൾ കിടക്കേണ്ടി വരുന്ന അവസ്ഥ നമ്മൾ കാണുന്നതല്ലേ? ഹോസ്പിറ്റലില് ഒഴിഞ്ഞ ബെഡിൽ നിന്ന് വീണ് രോഗി മരിച്ച വാർത്തയൊക്കെ വരെ നമ്മൾ കേട്ടതാണ്. അപ്പം ഇത്തരം ഹോസ്പിറ്റലുകളിൽ കുറച്ച് ബെഡുകൾ വാങ്ങിയിടാനും അല്ലെങ്കിൽ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്താനും ഒക്കെ ഈ ഒരു തുക ഉപയോഗിക്കാമായിരുന്നു. എന്തായാലും ഇത്തരം ചോദ്യങ്ങൾ തന്നെയാണ് കമന്റ് ബോക്സ് നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഒരുപാട് കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ചോദ്യങ്ങളെല്ലാം ന്യായമുള്ളത് തന്നെയാണ്. നമ്മുടെ നാട്ടിലെ വലിയ താരങ്ങളൊക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാലോ. അതായത് നമ്മൾ ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ലാലേട്ടന്റെയും മമ്മൂക്കയുടെയൊക്കെ ചാരിറ്റി മാതൃകകൾ. ഒരുപാട് പേര് അതിൽ സഹായിക്കുന്നുണ്ട്. നമ്മളൊന്ന് ഓർക്കണം, വലിയ മനുഷ്യരെ ഒന്ന് ഓർക്കാൻ ഈ ഒരു കോൺക്രീറ്റ് കെട്ടിടങ്ങൾ തന്നെ വേണമെന്നൊന്നുമില്ല. ഇപ്പൊ മമ്മൂക്കയുടെ കെയർ ആൻഡ് ഷെയർ ഫൗണ്ടേഷൻ വഴിയും അതുപോലെ ലാലേട്ടന്റെ വിശ്വശാന്തി ഫൗണ്ടേഷൻ വഴിയും ഒക്കെ എത്രയേറെ പാവപ്പെട്ടവർക്ക് ചികിത്സയും വീടും വിദ്യാഭ്യാസവും ഒക്കെ കൊടുക്കുന്നുണ്ട്. ആളുകൾ അവരെ ഹൃദയത്തിൽ വെച്ച് തന്നെയല്ലേ ആരാധിക്കുന്നത്. അതും ഇത്തരം നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടാണ്. നമ്മുടെ നടൻ സലീം കുമാറിന്റെ പേരിൽ 1 കോടി രൂപയ്ക്ക് ഒരു കെട്ടിടം പണിയുന്നതിന് പകരം പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ചാരിറ്റി ഫണ്ട് ഉണ്ടാക്കിയാൽ അതല്ലേ ഏറ്റവും വലിയ ആദരവെന്ന് പറയുന്നത്. ഇനി മറ്റൊരു കാര്യം പറയാൻ കൂട്ടുകാരെ, അതായത് സലീം കുമാർ ട്രോൾ മെമ്മോറിയൽ. ഇതിലും വലിയൊരു സ്മാരകം വേറെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് സംശയമാണ്. അതാണ് നമ്മുടെ ട്രോൾ പേജുകൾ.
ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ നമ്മൾ ദിവസവും കാണുന്ന 90% ട്രോളുകളിലും സലീം കുമാറിന്റെ മുഖമുണ്ട്. നമ്മൾ ഒരു ദിവസം പോലും പുള്ളിയെ ഓർക്കാതെ ഇരിക്കുന്നില്ല. ചിരിക്കാനും സങ്കടപ്പെടാനും ദേഷ്യം കാണിക്കാനും ഒക്കെ നമ്മള് പുള്ളിയുടെ ഭാവങ്ങളാണ് ഉപയോഗിക്കാറുള്ളത്. മലയാളികൾ ഉള്ളിടത്തോളം കാലം തന്നെ ഈ ഒരു ഡിജിറ്റൽ സ്മാരകം ഇവിടെ തന്നെ ഉണ്ടാകും. അതിന് മുകളിൽ ഇനി എന്ത് കോൺക്രീറ്റ് സ്മാരകമാണ് നമ്മൾ പണിയേണ്ടത്? ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ബഡ്ജറ്റ് പ്രഖ്യാപനത്തിന് പിന്നെ ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു സംഭവമാണ് ചർച്ചയായി മാറിയിരിക്കുന്നത്. ട്രോൾ പേജുകളിൽ നിറഞ്ഞിരിക്കുകയാണ്. ഇനി സാധാരണക്കാരുടെ പ്രതിദിന ബുദ്ധിമുട്ടുകൾ വെച്ച് സർക്കാരിനെ നാച്ചുറലായിട്ട് വിമർശിക്കാൻ പറ്റിയ ഒരു ഉദാഹരണമാണ് നമ്മൾ റോഡിൽ ഇറങ്ങിയാൽ കാണുന്ന അവസ്ഥ. ആ ഒരു അവസ്ഥ എന്താണെന്ന് അറിയാലോ. അറ്റകുറ്റപ്പണികൾ തീരാത്ത റോഡുകളും കുഴികളും തകർന്നു കിടക്കുന്ന പാലങ്ങളും ഇതൊക്കെ നന്നാക്കാൻ ഫണ്ടില്ല എന്ന് പറയുന്ന സാഹചര്യത്തിലാണ് സ്മാരകം പണിയാൻ വേണ്ടിയിട്ട് 1 കോടി രൂപ മാറ്റിവെച്ചു എന്ന് പറയുന്നത്. 1 കോടി രൂപ ഉണ്ടെങ്കിൽ എത്രയോ അപകടം നിറഞ്ഞ റോഡുകളൊക്കെ വശങ്ങൾ കെട്ടി ഭംഗിയാക്കി വെക്കാം. അല്ലെങ്കിൽ തെരുവ് വിളക്കുകളും സ്ഥാപിക്കാം. ജനങ്ങൾക്ക് ജീവിക്കാൻ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനേക്കാൾ വലുതാണോ ഒരു സ്മാരകം പണിയുന്നത്? ഇനി സോഷ്യൽ മീഡിയയിലെ ആളുകൾ ചോദിക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. നമ്മുടെ നാട്ടിലെ സലീം കുമാർ മാത്രമല്ല മൺമറഞ്ഞു പോയിട്ടുള്ളതല്ലേ? നമുക്കറിയാം ഒരുപാട് കലാകാരന്മാര് മൺമറഞ്ഞു പോയി. പഴയ കാലത്ത് നമുക്കറിയാം നമ്മുടെ സിനിമയ്ക്ക് ഒരു പുതുജീവൻ നൽകിയ ആൾക്കാരൊക്കെ അറിയാം. സുകുമാരി ചേച്ചി, തിലകൻ ചേട്ടൻ, കൽപ്പന, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, KPC ലളിത, ഇവരെ അങ്ങനെ നമ്മളെ ഒരുപാട് പേര് നമ്മളെ ചിരിപ്പിക്കുകയും കരയിപ്പിക്കുകയും ഒക്കെ ചെയ്ത എത്രയോ മഹാരഥന്മാരാണ് ഇവർക്ക്. അവർക്കൊന്നുമില്ലാത്ത എന്ത് പ്രത്യേകതയാണ് ഇപ്പോൾ സലീം കുമാറിന് മാത്രമുള്ളത്? സൗഹൃദത്തിന്റെ പേരിൽ ഒരാൾക്ക് മാത്രം മുൻഗണന കൊടുക്കുമ്പോൾ അത് മറ്റുള്ളവരോട് കാണിക്കുന്ന ഒരു അനീതി തന്നെയാണ്. ഇനി ഇതിനേക്കാളും ഏറ്റവും വലിയ വൈരുദ്ധ്യം എന്താണെന്ന് പറഞ്ഞറിയാവോ? സലീം കുമാർ എന്ന മനുഷ്യൻ അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ ജീവിതത്തെയും മരണത്തെയും ഒക്കെ വളരെ പ്രാക്ടിക്കലായിട്ട് കണ്ട ഒരു വ്യക്തിയാണ്. അനാചാരങ്ങളോടും മരിച്ചു കഴിഞ്ഞുള്ള ഇത്തരം ആഡംബരങ്ങളോടൊക്കെ പുള്ളിക്ക് വലിയ വിരോധം തന്നെയായിരുന്നു. തന്റെ മരണാന്തര ചടങ്ങുകൾ പോലും ലളിതമായിരിക്കണം എന്ന് പുള്ളിക്ക് നിർബന്ധവും ഉണ്ടായിരുന്നു. ചിതാഭസ്മം പോലും പുഴയിൽ ഒഴുക്കരുത് എന്ന് പറഞ്ഞ വലിയ സ്മാരകങ്ങളോട് താല്പര്യമില്ലാത്ത ഒരു മനുഷ്യന് വേണ്ടിയിട്ട് നമ്മൾ 1 കോടി രൂപ മുടക്കി ഒരു കോൺക്രീറ്റ് കെട്ടിടം പണിത് വെച്ചാൽ അത് അദ്ദേഹത്തിന്റെ തന്നെ ആശയങ്ങളോട് തന്നെ ചെയ്യുന്ന ഒരു അനീതിയാണ്. പുള്ളി ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ ഇതിന് ഒരിക്കലും സമ്മതിക്കില്ല എന്ന് തന്നെയാണ് സത്യം. മുൻപ് നമ്മുടെ നാട്ടിൽ ഇതുപോലെ ഒരുപാട് സ്മാരകങ്ങൾ പണിതിട്ടുണ്ട് കൂട്ടുകാരെ. അതിലൊക്കെ ഇപ്പോൾ എത്ര പേര് കയറുന്നുണ്ട്. നമ്മുടെ APJ അബ്ദുൽ കലാമിന്റെ സ്മാരകത്തിൽ പോലും ഇപ്പോൾ വിസിറ്റേഴ്സ് വളരെ കുറവാണ്. കാണാൻ ആരുമില്ലെങ്കിൽ പോലും അത് മെയിൻ്റെനൻസ് ചെയ്യാൻ സർക്കാർ എല്ലാ വർഷവും ലക്ഷങ്ങൾ വീണ്ടും കളയണം. ഇത് വെറും ഒരു കെട്ടിടമായിട്ട് ഭാവിയിൽ നശിച്ചു പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന വിമർശനങ്ങളിൽ പറയുന്നത് പോലെ ഒരു ബദൽ മാർഗം അതായത് സർക്കാരിന് ആലോചിക്കാവുന്നതാണ്. സലീം കുമാറിന്റെ പേരിൽ വലിയൊരു കോൺക്രീറ്റ് കെട്ടിടം ഉണ്ടാക്കുന്നതിന് പകരം പാവപ്പെട്ട ഏതെങ്കിലും കുട്ടികൾക്ക് വലിയ കോഴ്സുകൾ പഠിക്കാനുള്ള ഒരു സ്കോളർഷിപ്പ് ഫണ്ട് അത് ഏർപ്പെടുത്തിയാൽ അതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ പാവങ്ങൾക്ക് ചികിത്സാ സഹായം നൽകുന്ന ഒരു ഫൗണ്ടേഷൻ അദ്ദേഹത്തിന്റെ പേരിൽ തുടങ്ങിയാലും മതി. അതായിരിക്കില്ലേ അദ്ദേഹത്തെ ഓർമ്മിക്കാനുള്ള ഏറ്റവും നല്ല വഴി. എഴുതി വെച്ച കല്ലുകളിലല്ല, ജീവനുള്ള മനസ്സുകളിലാണ് അദ്ദേഹത്തിന്റെ ഓർമ്മകൾ ഉണ്ടാകേണ്ടത്. എന്തായാലും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ തന്നെ നേരിട്ട് മുന്നോട്ട് വന്ന് സ്നേഹത്തോടെ ഈ ഒരു സ്മാരകം പദ്ധതി വേണ്ട എന്ന് പറയുകയും ആ തുക പാവപ്പെട്ടവരുടെ ചികിത്സയ്ക്കായിട്ടോ അല്ലെങ്കിൽ വീടിനോ മാറ്റിവെക്കാൻ ആവശ്യപ്പെടുകയും ചെയ്താൽ അതായിരിക്കും ഏറ്റവും നല്ലത്. അത് തന്നെയായിരിക്കും അദ്ദേഹത്തിന് ഏറ്റവും കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ആദരവെന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെ, ഞാൻ ഈ ഒരു വിഷയം അവസാനിപ്പിക്കുന്നത് ഒരു ചെറിയൊരു ചിന്തയോടുകൂടിയാണ്. നമ്മുടെ നാട്ടിലെ ഒരു വലിയ കലാകാരനോ പ്രമുഖനോ മരണപ്പെടുമ്പോൾ അവർക്ക് വേണ്ടിയിട്ട് സ്മാരകങ്ങൾ കെട്ടിപ്പൊക്കുന്ന ഒരു രീതി പണ്ടേ നമ്മൾ കണ്ടുവരുന്നതാണ്. പക്ഷേ ഒരു കോൺക്രീറ്റ് കെട്ടിടം ഉണ്ടാക്കി അതിനുള്ളിൽ ഒരു പ്രതിമയും വെച്ച് വർഷത്തിൽ ഒരിക്കൽ അവിടെ പോയിട്ട് മാലയിടുന്നതാണോ യഥാർത്ഥത്തിൽ അവരോട് കാണിക്കേണ്ട ആദരവെന്ന് പറയുന്നത്? തീർച്ചയായിട്ടും അതല്ല. ഹൃദയമാണ് ദൈവാലയം എന്ന് കവി പാടിയതുപോലെ സലീം കുമാർ എന്ന കലാകാരൻ ജീവിക്കേണ്ടത് കോടികൾ മുടക്കി പണിയുന്ന ഒരു നിർജീവമായിട്ടുള്ള കെട്ടിടത്തിലല്ല, മറിച്ച് അദ്ദേഹം ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ഒക്കെ ചെയ്ത കോടിക്കണക്കിന് മനുഷ്യരുടെ മനസ്സുകളിലാണ്. നമ്മൾ ആലോചിക്കേണ്ടതും മൺമറിഞ്ഞു പോയ ആ മനുഷ്യന്റെ പേരിൽ പൊതു ഖജനാവിൽ 1 കോടി രൂപ എടുത്ത് അത് മാറ്റി വെക്കുമ്പോൾ ആ തുക കൊണ്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് നെട്ടോട്ടം ഓടുന്ന എത്രയോ സാധാരണക്കാരുടെ കണ്ണീരൊപ്പാൻ കഴിയുമെന്നതാണ്. പാവപ്പെട്ടൊരു കുടുംബത്തിന് തലചായ്ക്കാൻ ഒരു കൂര കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിലെ ചികിത്സ കിട്ടാതെ നിലത്ത് കിടക്കുന്ന ഒരു രോഗിക്ക് ഒരു ബെഡ് വാങ്ങി നൽകുമ്പോൾ ആ മനുഷ്യരുടെയൊക്കെ മനസ്സിൽ നിന്നും വരുന്ന ഒരു പ്രാർത്ഥനയുണ്ടല്ലോ, അതാണ് സലീം കുമാറിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സ്മാരകം. ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ കല്ലുകളിലല്ല, ജീവനുള്ള മനുഷ്യരുടെ ജീവിതങ്ങളിലാണ് സ്മാരകങ്ങൾ ഉയരേണ്ടത്. അതാകും നമ്മുടെ ഈ നടൻ സലീം കുമാർ എന്ന ഈ നടൻ എന്ന മനുഷ്യനും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുക എന്നുള്ളത്.
അപ്പൊ അതുകൊണ്ട് തന്നെ സർക്കാരും അദ്ദേഹത്തിന്റെ കുടുംബവും എന്താണ് ഈ ഒരു കാര്യത്തിലെ പൊതുജനങ്ങളുടെ ഭാഗം കൂടി കേട്ട് ഒരു പുനർചിന്തനം നടത്തുമെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ എന്തായാലും ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ കൃത്യമായിട്ടുള്ള നിലപാട് എന്താണ്? സ്മാരകം വേണോ അതോ ഈ ഒരു തുക പാവപ്പെട്ടവരിലേക്ക് എത്തണോ? താഴെ കമന്റ് ബോക്സിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക. നമ്മുടെ ചിന്തകളും വോയിസും മറ്റുള്ളവരിലേക്ക് എത്താൻ ഈ ഒരു വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടുതൽ നല്ലൊരു വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.